അടിച്ചാൽ തിരിച്ചടിക്കും, ഞങ്ങളുടെ കുട്ടികളെ ജയിലിൽ കൊണ്ടുപോയാൽ ഞാനും അവർക്കൊപ്പം പോകും. പ്രതിപക്ഷ നേതാവ് വീറൊട്ടും കുറയാത്ത രീതിയിലാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആവർത്തിച്ചിരിക്കുന്നത്. പാർട്ടി പറയുന്നു, സർക്കാർ പറയുന്നതും പ്രതിപക്ഷ നേതാവിൻ്റേത് കലാപാഹ്വാനമാണ്, ഈ കളി തീക്കളിയാണ് എന്ന് ഇന്നും മുഖ്യമന്ത്രി ന്യായീകരിച്ചിട്ടുണ്ട്. ഗൺമാനെ മാത്രമല്ല, ഇപ്പോൾ വെഞ്ഞാറമൂട് നിങ്ങൾ ആക്ഷേപിക്കുന്ന പോലെ CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി അടിച്ചു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അന്നും ഇന്നും എന്നും എനിക്കുള്ളത് അതേ നിലപാടാണ്, കാരണം ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഏശില്ല ഈ സമരം എന്ന് തോന്നുന്നുണ്ടോ, അതോ കടുപ്പിക്കുമോ നിങ്ങൾ ഈ സമരത്തെ? എങ്ങനെയാണ് സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും ഒക്കെ ഈ സമരത്തോടുള്ള അവരുടെ പ്രതികരണത്തെ നിങ്ങൾ കാണുന്നത്? ആദ്യമായിട്ട് ഈ കാണാത്ത കാര്യങ്ങളൊന്നും ആഭ്യന്തരമന്ത്രി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അറിയില്ല, കാണാത്ത കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണെങ്കിൽ ആ പണി നിർത്തിയിട്ട് വീട്ടിൽ പോയി ഇരിക്കാൻ പറയണം. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പണി കാണുന്ന കാര്യങ്ങൾ മാത്രം അഭിപ്രായം പറയല്ല. അദ്ദേഹത്തിൻ്റെ ഡെസ്കിൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ, പോലീസിൻ്റെ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളുടെയും വിവരങ്ങൾ എത്തുന്നതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നടക്കുന്ന കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അങ്ങേര് ഒരു വെറും കള്ളനാണ്, നുണയനല്ല എന്നുണ്ടെങ്കിൽ അങ്ങേര് ഈ പണിക്ക് യോജിച്ചവനല്ല. അതുകൊണ്ട് പണി നിർത്തിയിട്ട് വീട്ടിൽ പോയിരിക്കാൻ പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കലാപാഹ്വാനം നടത്തിയത് ആരാ? ഗോപികൃഷ്ണൻ ഈ നവകേരള സദസ്സിൻ്റെ ആദ്യം പോലും ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. ഇത് കാസർഗോഡ് നിന്ന് തുടങ്ങി. കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ 3-4 ദിവസം കണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. കാസർഗോഡ് ജില്ലയിലുണ്ടായി. എവിടെയെങ്കിലും കരിങ്കൊടി വീശുകയോ എവിടെയെങ്കിലും എന്തെങ്കിലും സമരം ഉണ്ടാവുകയോ ചെയ്തിരുന്നോ? ഇല്ല. കണ്ണൂർ ജില്ലയ്ക്കകത്തേക്ക് കടന്നപ്പോൾ ആദ്യത്തെ 4 ദിവസത്തെ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ പരാതികൾ സ്വീകരിക്കുന്നില്ല. അവിടുത്തെ ജനങ്ങൾ നവകേരള സദസ്സിനെതിരെ വലിയ രീതിയിൽ ആ ആശയത്തോടു കൂടി തന്നെ എതിർക്കുന്നു. പിണറായി വിജയനെതിരായിട്ട് വലിയ ജനരോഷം ആദ്യത്തെ ദിവസം തന്നെ ഉയർന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ വാർത്തകൾ മാറ്റണം. ആ വാർത്തകൾ മാറ്റാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ഗൂഢാലോചനയാണ്. എന്താ? അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ, കണ്ണൂർ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ, ഈ തമ്പുരാൻ വരുന്ന വഴിയിലൂടെ പോകുന്നവരെ എല്ലാം അതിന് കരുതൽ തടങ്കലെടുക്കണം. എന്തിനായിരുന്നു? അതിനു മുമ്പുള്ള 4 ദിവസം ഒരു സ്ഥലത്തും ഒരു പ്രതിഷേധവും ഉണ്ടായില്ലല്ലോ. അങ്ങനെ ഒരു പ്രതിഷേധവും ഇല്ലാതെ പോകുമ്പോൾ കണ്ണൂർ എത്തിയപ്പോൾ ഈ കരുതൽ തടങ്കലിലേക്ക് കൊണ്ടുപോകണമെന്ന ആശയം വന്നത് ആ നവകേരള സദസ്സിൽ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ചർച്ച മാറ്റണം എന്നുള്ളതാണ്. ഗോപികൃഷ്ണൻ അവർ വിജയിച്ചു. ഗോപികൃഷ്ണൻ ആലോചിച്ച് നോക്കൂ, നവകേരള സദസ്സിൻ്റെ കണ്ണൂർ തുടങ്ങിയതിനു ശേഷം ഇന്നുവരെ നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ ഇതിനകത്തുള്ള അക്രമങ്ങളാണ്. നവകേരള സദസ്സ് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ മുഴുവൻ കാണാതെ പോയിട്ട് നടത്തുന്ന ഈ ധൂർത്തിനെ സംബന്ധിച്ച് കേരളം ചർച്ച ചെയ്യരുത്. ഞങ്ങളുടെ രാഷ്ട്രീയ പരിപാടിയാണ്. EP ജയരാജൻ സർക്കുലർ അയച്ച പോലെ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ഇത് ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളുടെ നികുതിപ്പണത്തിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് പരിപാടി നടത്തുന്ന ഈ അശ്ലീലത്തെ ജനം ചർച്ച ചെയ്യരുത്. അതിനു പകരം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ഗൂഢാലോചന നടത്തി കണ്ണൂർ മുതൽ തുടങ്ങിയതാണ്. അതിന് പ്രകോപിപ്പിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാരെ കസ്റ്റഡിയിലെടുത്തു. അതിന് പ്രതിഷേധമായിട്ടല്ലേ പഴയങ്ങാടിയിൽ കരിങ്കൊടി വീശിയത്? ആ ആദ്യത്തെ കരിങ്കൊടി, ഗോപികൃഷ്ണൻ ശ്രദ്ധിക്കണം, ആദ്യത്തെ നവകേരള സദസ്സിനെതിരായിട്ടുള്ള കരിങ്കൊടി പ്രകടനത്തിന് തന്നെ അവരെ DYFIയുടെ ഗുണ്ടകൾ, ആ യാത്രയിൽ ഉണ്ടായിരുന്ന ഗുണ്ടകൾ വന്ന് തല്ലി. അതിനു മുമ്പ് എവിടെയെങ്കിലും പ്രകോപനം ഉണ്ടായോ? അതിനു മുമ്പ് എവിടെയെങ്കിലും സമരം ഉണ്ടായോ? എന്തിനായിരുന്നു കല്യാശ്ശേരിയിൽ ഈ ഗുണ്ടാ സംഘം മുഖ്യമന്ത്രിക്ക് കൂടെ സഞ്ചരിച്ചത്? അപ്പൊ ഇവർ ഗൂഢാലോചന നടത്തിയതാണ്. ഇത് ഗൂഢാലോചന നടത്തി പ്രതിഷേധമുണ്ടാവുമ്പോൾ ഇത് അക്രമത്തിലേക്ക് മാറ്റണമെന്നുള്ളത് കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്ന കലാപകാരിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശയമായിരുന്നു. ആ ആശയം ഇപ്പൊ നടപ്പായിക്കൊണ്ടിരിക്കുക. ഇവിടെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞ താങ്കൾ കേട്ടില്ലേ? അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു DYFI പ്രവർത്തകർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയൊക്കെ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങൾ ഈ കേസിന്റെ കാര്യത്തിൽ പ്രകാശൻ മാഷക്ക് വാദിക്കാൻ കഴിയാത്തതുകൊണ്ട് പച്ചക്കള്ളങ്ങൾ പറയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കേസെടുത്തതിന് ഗോപികൃഷ്ണൻ തന്നെ പറഞ്ഞു ഇറങ്ങി വന്നപ്പോൾ സ്വീകരിച്ചാരാന്ന്. കേസെടുത്ത് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രി എന്താ പറഞ്ഞത്? ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഇത് തുടരണം എന്നാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരു കലാപം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ
ക്രമസമാധാന പാലനം വേണമെന്നുണ്ടെങ്കിൽ ഈ യാത്ര അവരുദ്ദേശിച്ച അജണ്ട വെച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ആ ജാഥയുടെ നേതാവ്, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി ആദ്യം പറയേണ്ടത് എന്താ? ഇതിന്റെ ആവശ്യമില്ല. പ്രതിഷേധിക്കുന്നവരുണ്ടെങ്കിൽ പ്രതിഷേധിച്ചു കൊള്ളട്ടെ. ഇവിടെ ആരും കായികമായി ആക്രമിക്കാൻ വരേണ്ട കാര്യമില്ല. പോലീസ് അവരുടെ ചുമതല നിർവഹിച്ചോളും എന്ന് പറയല്ലേ വേണ്ടത്. അതിനു പകരം എന്താ പറഞ്ഞത്? ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, അത് തുടരണം എന്നു പറഞ്ഞത്. ആഹ്വാനം കലാപത്തിന് നടത്തിയത് VD സതീശനല്ല, ഈ ജാഥയുടെ തുടക്കത്തിൽ പഴയങ്ങാടി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ ക്രിമിനൽ ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനം ഞങ്ങൾ തിരിച്ചു തുടങ്ങിയപ്പോൾ എന്താ പക്ഷേ ഇത്രമാത്രം കരയണത്? അയ്യ, ഇങ്ങനെയൊക്കെയാണോ? 2 സ്ഥലത്ത് തിരിച്ചടിയിട്ടപ്പോ ഇങ്ങനെ വന്ന് ഇത് കരയുകയാണോ? എന്താ ഈ കാണുന്നത്? ഇങ്ങനെയൊക്കെയാ വേണ്ടത്? അല്ല, മന്ത്രിമാർ പറഞ്ഞതൊക്കെ കേട്ടില്ലേ ശ്രീ രാജു പി നായർ? നിങ്ങൾ തിരിച്ചടിച്ചു നോക്കൂ, നിങ്ങൾ തിരിച്ചടിച്ചു നോക്കൂ, ഞങ്ങൾ കവചം തീർക്കുന്നത് കാണിച്ചു തരാം എന്ന് മന്ത്രിമാർ പറഞ്ഞത് കേട്ടില്ലേ? അവരിറങ്ങട്ടെ, കവചം തീർക്കാൻ ഇറങ്ങട്ടെ. ഇനി അടിക്കാൻ വന്ന തിരിച്ചടി ഒരു സംശയവും വേണ്ട, തിരിച്ചടി ഗംഭീരമായിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും അക്രമം ആഗ്രഹിക്കുന്ന ഒരാളല്ല, ഏതവസ്ഥയിലും അക്രമം ഒഴിവാക്കണം എന്ന് പറഞ്ഞ ആളാ. പക്ഷെ സാധാരണ ജനങ്ങൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജു പി നായർ, അതായത് ഇത്രയെല്ലാം നിങ്ങൾ പ്രതിഷേധ സ്വരം കനപ്പിച്ചിട്ടും, നിങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിട്ടും, നിങ്ങൾ സമരത്തിന്റെ വീര്യം കൂട്ടിയിട്ടും അതിന്റെ മൂർച്ച കൂട്ടിയിട്ടും ആരോപണങ്ങൾ ആവർത്തിച്ചിട്ടും മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞത് ജീവൻ രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്നാണ്. മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞത് ഈ സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മുദ്രാവാക്യം, അതിൽ തെല്ലും ഒരു പടി പോലും ആ കാരണങ്ങൾ കൊണ്ട് പിന്നോട്ട് പോകില്ല എന്നാണ്. ഇപ്പൊ നിങ്ങൾ ഇനിയും സമരം നടത്തിയാൽ ഇനിയും ഇതുപോലെ നേരിടും എന്നല്ലേ? അല്ല, ഗോപികൃഷ്ണൻ, ഇങ്ങനെ പിന്നോട്ട് പോകില്ല എന്നുള്ളത് ഇങ്ങേരുടെ ആവശ്യമാണ്. ഇത് പിന്നോട്ട് പോയി സമാധാനപരമായി ഈ യാത്ര നടന്നാൽ ഈ യാത്രക്കിടയിലെല്ലാം സാധാരണ മനുഷ്യന് പെൻഷൻ കിട്ടാത്ത പറഞ്ഞു വരും. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ മറിയക്കൊട്ടി എന്ന് പറയുന്ന ഒരു അമ്മ ഇന്ന് അവിടെ ചെന്ന് സർക്കാരോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾ എണ്ണമിട്ട് ചോദിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്യരുത്, ഇത് ചർച്ച ചെയ്യരുത്. ലൈഫ് മിഷനിൽ വീട് പൊളിച്ചിട്ടിട്ട് പാവങ്ങൾ കിടക്കുമ്പോൾ അവർക്ക് പണം കൊടുക്കാത്തത് ചർച്ച ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം? മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രവർത്തനം ചർച്ച ചെയ്യണം. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റൊരു മാർഗമില്ലാതെ ആ അജണ്ടയിലേക്ക് വന്നു വീഴും എന്ന് നിങ്ങൾക്ക് അറിയാന്നേ. നിങ്ങൾ ചർച്ച നടത്തുന്ന ആള്, നിങ്ങൾ ഇതിനു പകരം 2 ദിവസം, ഒരു 5 ദിവസം നിങ്ങൾ ഈ കലാപം ചർച്ച ചെയ്യില്ല, ഈ അടിയും തിരിച്ചടിയും ചർച്ച ചെയ്യില്ല. പകരം ഇതിന്റെ ഓരോ വിഷയങ്ങൾ, പെൻഷൻ, ലൈഫ് ഉൾപ്പെടെ ഓരോ ദിവസം എടുത്ത് ചർച്ച ചെയ്യും തീരുമാനിച്ചേ. അപ്പം നിർത്തും ഈ പണി. ഇതിന്റെ പണി വേറൊന്നുമല്ല, ഇത് സർക്കാരിനെതിരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന് പറയുന്ന ക്രിമിനൽ ചർച്ച ഇത് മാറ്റുന്നതാണ്. അദ്ദേഹത്തിന്റെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി ഈ ചർച്ചകൾ മാറ്റാൻ വേണ്ടി നടത്തുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി, ഏതെങ്കിലും പാർട്ടി, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പ്രവർത്തകർ ഷൂസ് എറിഞ്ഞു, ഞങ്ങൾ അതിനെ അനുകൂലിച്ചില്ല, ഞങ്ങൾ എന്ത് പറഞ്ഞു? വികാരത്തെ ബാധിതമായിട്ട് നടത്തിയൊന്നാണ്, ഇനി അത് ആവർത്തിക്കരുത് എന്നല്ലേ ഉത്തരവാദിത്തമുള്ള ഒരു നേതൃത്വം പറയേണ്ടത്? അതല്ലേ പറഞ്ഞത്? അതേസമയം മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണോ? തന്റെ സ്വന്തം സേന പോലും കഴിവുകെട്ടവരാണ്, അതുകൊണ്ട് ഞാൻ ഗുണ്ടകളെ കൊണ്ട് നടക്കുകയാണ്, ആ ഗുണ്ടകൾ രക്ഷാപ്രവർത്തനം നടത്തും, അവർ നടത്തുമെന്ന് പറയുന്നത് മാന്യതയാണോ?